കൻവാർ യാത്രാ റൂട്ടിൽ ഇറച്ചിക്കടകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഉത്തർപ്രദേശ് സർക്കാർ. കൻവാർ യാത്ര കടന്നു പോകുന്ന റൂട്ടിലാണ് നിരോധനം. എല്ലാ കടകളിലും ഉടമയുടെ പേര് വലിയ അക്ഷരത്തിൽ പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിലുണ്ട്. മുസ്ലിങ്ങൾ നടത്തുന്ന കട തിരിച്ചറിയാനാണ് ഈ നീക്കമെന്നാണ് ആരോപണം. ശരത്ലാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരത്ത്, ഇതിപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. സ്ഥിരമായിട്ട് ഈ കഴിഞ്ഞ കുറേ കാലമായി ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നു. കടയുടമയുടെ പേര് വലിയ അക്ഷരത്തിൽ എഴുതി വെക്കണം എന്നുള്ള ആവശ്യമൊക്കെ അതിപ്പോൾ തീരുമാനമായി നിയമമാക്കി നടപ്പാക്കാനാണോ തീരുമാനിക്കുന്നത്, ഉത്തരവാക്കി നടപ്പാക്കാനാണോ തീരുമാനിക്കുന്നത്? അതുതന്നെയാണ് നേരത്തെ ജില്ലാ അഡ്മിനിസ്ട്രേറ്റർമാരും മാത്രം നടത്തിയിരുന്ന അല്ലെങ്കിൽ എസ് പിമാർ മാത്രം നടത്തിയ നോട്ടീസ് അനുസരിച്ചായിരുന്നു ഈ നിയന്ത്രണമെങ്കിൽ ഇത് സംസ്ഥാന സർക്കാർ തന്നെ ഉത്തരവായി പുറത്തിറക്കിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കൻവർ റൂട്ടിൽ എല്ലാ ഭാഗങ്ങളിലും ഇറച്ചിക്കടകൾ പൂർണ്ണമായി നിരോധിക്കുന്നു. അതേപോലെ തന്നെ നോൺ വെജ് റെസ്റ്റോറന്റുകൾ പൂർണ്ണമായി നിരോധിക്കുന്നു. മാംസം വിളമ്പാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും ഇതിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൻവർ യാത്ര കടന്നു പോകുന്ന എല്ലാ റെസ്റ്റോറന്റുകളും കടകളിലും പോകുന്ന മേഖലയിൽ മുഴുവൻ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്നാണ്. പ്രദർശിപ്പിച്ചാൽ മാത്രം പോരാ, വലിയ അക്ഷരത്തിൽ വലിയ ബോർഡായി പ്രദർശിപ്പിക്കണം എന്ന നിർദ്ദേശവും ഉത്തരവുണ്ട്. അതായത് യു പിയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വരുന്ന കാലമാണ്. അയോധ്യ സംഭാവനകളുണ്ട്. ഇപ്പോൾ ഇതൊരു മറ്റൊരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വേണം പറയാൻ. അതുമാത്രമല്ല, ഇതിൽ നേരത്തെ ഇത് ഉറപ്പാക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നൊരു ഉപദേശവും കൂടി ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം പൊതുജനങ്ങൾ സിവിൽ പോലീസിംഗ് നടത്തണമെന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവിന്റെ ഒരു ഭാഗമുണ്ട്. പൊതുജനങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കണം, പൊതുജനങ്ങളെ അറിവിലേക്കാണ് ഇത് പുറത്തുവിടുന്നത് എന്നും ഉത്തരവിൽ പറയുന്നു. ഏതായാലും കൻവർ യാത്ര ഈ തവണയും വിവാദമാക്കുക തന്നെയാണ് യു പി സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പറയും. ദീർഘകാലമായി കാലാകാലം നടക്കുന്ന യാത്രയാണ്. ഇതുവരെ കഴിഞ്ഞ 3 വർഷമായിട്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നത്. അതിന്റെ മുമ്പേ ഒന്നും ഇത്തരമൊരു നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ യു പി സർക്കാർ, യോഗി സർക്കാർ ഇത് സംസ്ഥാന തലത്തിലുള്ള ഉത്തരവായി തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നു. ഹർഷൻ.